റഷ്യയും ഉത്തര കൊറിയയും പരസ്പര സഹകരണ ധാരണാപത്രം ഒപ്പിട്ടു. രാജ്യസുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാഷ്ട്രങ്ങളും ചേർന്ന് പ്രവർത്തിക്കും. യുക്രൈനിലെ സൈനിക നടപടിക്ക് പൂർണ്ണ പിന്തുണ കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു. 24 വർഷത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. നേരത്തെ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി കിം ജോങ് ഉൻ വ്ളാഡിമിർ പുടിനെ ഉത്തര കൊറിയയിലേക്ക് ക്ഷണിച്ചിരുന്നു. തുടർന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കും. മിസൈൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉത്തര കൊറിയയ്ക്ക് കൈമാറുമെന്ന് നേരത്തെ റഷ്യ വ്യക്തമാക്കിയിരുന്നു. യുക്രൈനെതിരായ ആക്രമണത്തിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് പിന്തുണ നൽകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് തടസ്സമാവുന്നത് ചൈനയുമായുള്ള മികച്ച ബന്ധമാണ്. ചൈനയെ എതിർക്കാതെ സൗഹൃദം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതേസമയം ദക്ഷിണ കൊറിയ പ്രതികൂലമായാണ് ചർച്ചയെ കാണുന്നത്. എല്ലാ അന്താരാഷ്ട്ര നടപടികൾക്കും പരിധികളുണ്ടെന്ന് ദക്ഷിണ കൊറിയ നിലപാട് വ്യക്തമാക്കി. രാജകീയ സ്വീകരണമാണ് പുടിന് ഉത്തര കൊറിയയിൽ ലഭിച്ചത്. വിമാനത്താവളത്തിൽ നേരിട്ടെത്തി കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.